ഹായ് കൂട്ടുകാരെ, നമ്മൾ ആറ്റിങ്ങിൽ നിന്നിട്ട് നമ്മൾ കൊല്ലത്തേക്ക് പോകുന്ന വഴിയാണേ. അപ്പം ഇവിടുത്തെ റോഡിൻ്റെ പണിയും ഏകദേശമൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നേരത്തേക്ക് ഈ റോഡൊക്കെ ഭയങ്കര അധികം ബുദ്ധിമുട്ടുള്ള ഒരു റോഡായിരുന്നു. ഇപ്പോൾ എല്ലാം സൂപ്പർ റോഡാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നട കാണിച്ചു തരാം പോകുന്ന വഴി. കൂട്ടുകാരെ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ, അതായത് ഇവിടുത്തെ പണിയൊന്നും മൊത്തത്തിൽ പൂർത്തീകരിച്ചിട്ടില്ല. അപ്പം യാത്രയിൽ ഒത്തിരിയധികം പൊടിയും എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. കാരണം ഈ മഴ പിടിക്കുന്ന മുന്നാകെ നമ്മൾ വേനൽക്കാലത്ത് യാത്ര ചെയ്യുമ്പോൾ ഉള്ള പൊടി മൊത്തവും മണ്ടയിൽ കയറേണ്ടി വരും. അതുപോലത്തെ പിന്നെ ഇപ്പോൾ റോഡിൻ്റെ പണിയൊക്കെ ഇപ്പോൾ ഏകദേശമൊക്കെ നേരത്തെ കാലം ഇപ്പം ഒരുവിധമൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ ഒന്ന് പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ റോഡ് മൊത്തത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൂടുതൽ അപകടങ്ങളൊക്കെ സാധിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. വാഹനങ്ങൾ സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ആക്സിഡൻറ്റ് പറ്റുന്ന ഒരു കാര്യമൊക്കെ തന്നെയാണ് കേട്ടോ ഈ റോഡിലൂടെ ഉണ്ടാകുന്നൊരു കാര്യം. പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ ചവിട്ടി പിടിച്ച് അങ്ങ് കൊല്ലം വരെ എത്താൻ വേണ്ടിയിട്ട് റോഡ് പെടാപ്പാടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൊല്ലത്തേക്ക് പോകുന്ന വഴിക്കുള്ള റോഡാണിത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ പണിയൊക്കെ ഏകദേശമൊക്കെ ഒരുവിധം ഒന്ന് സെറ്റായി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള നമുക്കിവിടെ ഉണ്ടായിരുന്ന വീട്, കടകൾ എല്ലാം പോയിട്ടുണ്ട് കേട്ടോ. റോഡിൻ്റെ വീതി കൂടുന്നതിനനുസരിച്ച് അവിടെ വീട്ടിനുള്ള മതിലുകൾ, കടകൾ ഒക്കെ മൊത്തം പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പം ഈ റോഡ് ഇപ്പം മേൽപ്പാലം വരുന്നത് കൊണ്ടുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ കമ്പിയൊക്കെ കെട്ടി നല്ല രീതിക്കാണ് പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എന്തായാലും മിക്കവാറും ഇവിടെയൊക്കെ കണ്ടോ, ഇവിടുത്തെ വീടിൻ്റെ എല്ലാ പകുതികളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ട് നമുക്ക് തന്നെ സങ്കടം തോന്നുക. നോക്കി എത്ര ലക്ഷം കൊടുത്ത് വെച്ചിരിക്കുന്ന വീടാക്കി നോക്കി എല്ലാം പൊളിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും റോഡിൻ്റെ വികസനം ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ എന്നാലും ഇവിടെയുള്ള വീടുകളും കടകളും എല്ലാം പോയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര പൊടി കേട്ടോ, സഹിക്കാൻ വയ്യ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ യാത്രയുമ്പോൾ ഹെൽമെറ്റോ ഗ്ലാസ്സോ ഒന്നുമില്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അതുപോലത്തെ ബുദ്ധിമുട്ടാണ്. വളരെയധികം അപകടം പിടിച്ച വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് കേട്ടോ. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ സൂക്ഷിച്ചും കണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ വാഹന അപകടം സംഭവിക്കുന്നതായിരിക്കും. പിന്നെ എല്ലാം നോക്കി തന്നെ പോകണം കേട്ടോ. നമുക്ക് അത്രമാത്രം നമുക്ക് പിടുത്തം കിട്ടത്തില്ല. രണ്ട് വഴിയൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഏത് വഴി കൂടെ പോകണമെന്നൊക്കെ ചില സമയത്ത് നമുക്ക് കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും. എങ്കിലും കുഴപ്പമില്ല, നമ്മൾ നോക്കി കണ്ടൊക്കെ പോവുക. ആക്സിഡൻറ്റൊന്നും ഉണ്ടാവാതെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന റൂട്ടെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും സൂക്ഷിച്ചും കണ്ടു വേണം യാത്ര ചെയ്യാൻ. അപ്പം ആ വീഡിയോസാണ് ഞാനിപ്പോൾ ഇവിടെ ഇരുന്നത് കേട്ടോ. എന്തായാലും അടുത്ത് കടകളൊക്കെ ഉണ്ട്, നമുക്ക് വെള്ളം കുടിക്കാനൊക്കെ പറ്റും. ചെറിയ ചെറിയ കടകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, റോഡിൻ്റെ സൈഡൊക്കെ. പിന്നെ അതുപോലെ നോക്കിയും കണ്ടു വേണം യാത്ര ചെയ്യാൻ.